വെൽക്കം ഗൈസ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു സ്ട്രാറ്റജി അല്ല, ഒരു ഇൻഡിക്കേറ്റർ അല്ല. ഇതെൻ്റെ ബിഗ്ഗസ്റ്റ് ട്രേഡിംഗ് മിസ്റ്റേക്കാണ്. അതും ഞാൻ ലേൺ ചെയ്ത ബിഗ്ഗസ്റ്റ് ലെസൺ. ഈ വീഡിയോ ബിഗിനേഴ്സിനും ലോസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ട്രേഡേഴ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്തായിരുന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലാത്ത ട്രേഡ് ചെയ്തതാണ്. സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, ക്യാൻഡിൽ സ്റ്റിക്ക് അറിയാം, സപ്പോർട്ട് റെസിസ്റ്റൻസ് അറിയാം, പക്ഷേ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ അറിഞ്ഞില്ല. ഒരു ട്രേഡിൽ ഞാൻ വലിയ ലോട്ട് എടുക്കും, ഇത് ഷുവർ സെറ്റപ്പാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ SL ഇല്ലാത്ത ട്രേഡ്. ചില ദിവസങ്ങൾ പ്രോഫിറ്റ് ഉണ്ടായി, കോൺഫിഡൻസ് കൂടി, ഈഗോ കൂടി. പിന്നെ ഒരു ദിവസം മാർക്കറ്റ് ഓപ്പോസിറ്റായി, ഒരു ലോസ്, അതിനുശേഷം റിവെഞ്ച് ട്രേഡിംഗ്, പിന്നെ ഓവർ ട്രേഡിംഗ്. വിത്തിൻ ഫ്യൂ ഡേയ്സ് എൻ്റെ ഹാർഡ് ഏൺഡ് മണി എല്ലാം പോയി. അതാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മാർക്കറ്റ് നിങ്ങൾക്ക് പൈസ തരില്ല, മാർക്കറ്റ് നിങ്ങളുടെ ഡിസിപ്ലിൻ ടെസ്റ്റ് ചെയ്യുകയാണ്. മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ സ്ട്രാറ്റജി മാത്രം പോരാ, മൈൻഡ് സെറ്റ് വേണം, റിസ്ക് കൺട്രോൾ വേണം. അപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഒരു റൂൾ ഫിക്സ് ചെയ്ത്. ഫസ്റ്റ് റൂൾ, ഒരു നിശ്ചിത എമൗണ്ടാണ് ഞാൻ മാർക്കറ്റിൽ റിസ്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെക്കൻഡ് റൂൾ, സ്റ്റോപ്പ് ലോസ് ഉറപ്പായിട്ട് മാൻഡേറ്ററി ആണ്, സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ ട്രേഡ് വെക്കരുത്. തേർഡ് റൂൾ, ഡെയിലി ട്രേഡ് ലിമിറ്റ്, ഒരു ട്രേഡ് ലിമിറ്റ് സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റപ്പ് ഇല്ലെങ്കിൽ ട്രേഡ് എടുക്കരുത്. ഫോർത്ത് റൂൾ, ലോസ് ആയാൽ റിവെഞ്ച് ട്രേഡിംഗ് ഇല്ല, ബ്രേക്ക് എടുത്ത് മൈൻഡ് സെറ്റ് റീസെറ്റ് ആക്കുക. ഈ റൂൾസ് ഫോളോ ചെയ്തപ്പോൾ എൻ്റെ ലോസ് കുറഞ്ഞ്, സ്ട്രെസ്സ് കുറഞ്ഞ്, കൺസിസ്റ്റൻസിയും വന്ന്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറഞ്ഞുതരാം. പ്രോഫിറ്റബിൾ ട്രേഡർ ആവുന്നത് ഡെയിലി പ്രോഫിറ്റ് എടുക്കുന്നത് കൊണ്ടല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രേഡർ ആവുന്നതുകൊണ്ടാണ്. മാർക്കറ്റിൽ സർവൈവ് ചെയ്താൽ പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കലി വരും. ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്താൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് ബിഗിനേഴ്സിനൊരു കാര്യം മെസ്സേജ് തരാനുള്ളത്, നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ, ഒരു ലോസസ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ പ്ലീസ് സ്ട്രാറ്റജി മാത്രം നോക്കരുത്, റിസ്ക് മാനേജ്മെൻറ്റ് ഫസ്റ്റ് പഠിക്കുക. ഒരു സ്മോൾ ലോസ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ബിഗ് ലോസ് ആണെങ്കിലും, ബിഗ് ലോസ് ഒരിക്കലും അൺഅക്സെപ്റ്റബിൾ അല്ല. സോ ഇതെൻ്റെ ബിഗ്ഗസ്റ്റ് ട്രേഡിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു, പക്ഷേ അത് തന്നെയാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് പാഠവും. നിങ്ങളെന്നെ പോലെ മിസ്റ്റേക്സ് ചെയ്യരുത്. ടൈമും മണി എഫേർട്ട് എല്ലാം സേവ് ചെയ്യും. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്. നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.